കോടതിയിൽ നിന്ന് ചില സുപ്രധാനമായ കേസുകൾ പരിഗണിക്കുന്നുണ്ട്. പി ജയരാജൻ വധശ്രമ കേസിൽ കുറ്റവിമുക്തരാക്കണമെന്നാവശ്യപ്പെട്ട് KPCC അധ്യക്ഷൻ കെ സുധാകരൻ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വിധി പറയും. കുറ്റപത്രം റദ്ദാക്കണമെന്നും ആവശ്യമുണ്ട്. 1995 കേസിന് ആസ്പദമായ സംഭവം നടന്നത്. സുധീഷെ, എപ്പോഴാണ് ഈ കേസ് പരിഗണിക്കുക? എപ്പോഴത്തേക്കാണ് ലിസ്റ്റ് ചെയ്തിരിക്കുക? ഇത് മാത്രമാണോ ഇന്ന് കോടതി പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട കേസുകൾ? ഉമേഷ്, ഏറ്റവും പ്രധാനമായും KPCC അധ്യക്ഷനായ കെ സുധാകരൻ നൽകിയ തന്നെ കുറ്റവിമുക്തനാക്കണമെന്നും അതോടൊപ്പം തന്നെ കുറ്റപത്രം റദ്ദ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജിയിലെ വിധി തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഇന്ന് ഹൈക്കോടതിയിലുള്ളത്. അതിൽ 1995 നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് കെ സുധാകരനെ കുറ്റവിമുക്തനാക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിചാരണ കോടതിയിൽ ആവശ്യപ്പെട്ട് തള്ളിയ ഒരു ഹർജിയാണ് പിന്നീട് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. കെ സുധാകരനൊപ്പം 4 പ്രതികളാണ് ഈ കേസിലുള്ളത്. ഇത് തിരുവനന്തപുരത്ത് നിന്നും മടങ്ങുമ്പോൾ ട്രെയിനിൽ വെച്ച് പി ജയരാജനെ കൊല്ലാൻ വധശ്രമം നടത്തി. അതിൽ കെ സുധാകരന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ശശി എന്നയാൾ ട്രെയിനിൽ വെച്ച് വെടിയുതിർത്തതെന്നും മറ്റു 3 പേർ കൂടി പ്രതികളായിട്ടുള്ള ഒരു കേസാണ് നിലനിന്നിരുന്നത്. ഇത് പൂർണ്ണമായും റദ്ദ് ചെയ്യണം എന്നതും കുറ്റപത്രം റദ്ദ് ചെയ്യണമെന്നതും തന്നെ കുറ്റമുക്തനാക്കണമെന്നതുമാണ് കെ സുധാകരൻ മുന്നോട്ട് വെക്കുന്ന ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് വിചാരണ പൂർത്തിയായി ഇന്ന് ഹൈക്കോടതി വിധി പറയുന്നു എന്നത് തന്നെയാണ് ഏറ്റവും നിർണായകം. ഇതിൽ കെ സുധാകരൻ അത്തരത്തിൽ അനുകൂലമായ ഒരു വിധി വരും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഇതിൽ കെ സുധാകരൻ കുറ്റക്കാരനാണെന്ന നിലപാടിൽ തന്നെയാണ് ജയരാജനും CPM നിലനിൽക്കുന്നതും. ആ ഒരു സാഹചര്യത്തിൽ ഏത് രീതിയിലുള്ള വിധിയാവും ഉണ്ടാവുക എന്നത് ഏറെ നിർണായകമാണ്. 11 മണിക്ക് തന്നെ ഈ കേസ് പരിഗണനയ്ക്ക് എടുക്കും എന്നത് തന്നെയാണ്, വിധി പറയാനായി എടുക്കും എന്നത് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഉമേഷ്.